കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കൊച്ചി സിറ്റി പോലീസ് മട്ടാഞ്ചേരി സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തോപ്പുംപടി BM സെന്ററിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് CR സന്തോഷ് സ്വാഗതം പറഞ്ഞു. രാവിലെ 8:30 മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മോട്ടോർ സൈക്കിൾ റാലി DCP അശ്വതി ജിജി IPS ഫ്ളാഗ് ഓഫ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആഭിമുഖ്യത്തിൽ 100 കണക്കിന് യുവാക്കൾ റാലിയിൽ അണിനിരന്നു. രാവിലെ 10 മണിക്ക് തോപ്പുംപടി ബസ് സ്റ്റാൻഡിൽ ഗേൾസ് SPC വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് കാണികളുടെ കയ്യടി നേടി. തുടർന്ന് BM സെന്ററിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓരോ കാലഘട്ടങ്ങളിലും അത് അനിവാര്യമായ നടപടികളായിരുന്നു. 95-96 കേരളത്തിൽ ചാരായം നിരോധിച്ചത്. മദ്യവ്യാപനം വളരെ വലുതായ കാലഘട്ടത്തിലായിരുന്നു ആ നടപടി സ്വീകരിച്ചത്. പിന്നീട് മദ്യത്തിനെതിരായിട്ടുള്ള മദ്യവർജനത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ബാറുകൾ അടച്ചുപൂട്ടുകയും ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും ഒക്കെ ചെയ്തു. അതിനൊരു ലിമിറ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തും രാജ്യത്തും ലഹരി വ്യാപിപ്പിക്കാൻ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയും. അതിനൊരു ലിമിറ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തും രാജ്യത്തും ലഹരി വ്യാപിപ്പിക്കാൻ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. മാരകമായ സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്ന ഒരു തലമുറയോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് കേട്ടിരുന്നത് കഞ്ചാവ് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന്, ലഹരിയാണ്, മദ്യത്തിന് പുറമെ. ഇന്നത് മാറി. ഇന്ന് MDMA പോലെ, ബ്രൗൺ ഷുഗർ പോലെ മറ്റ് ഉൽപ്പന്നങ്ങൾ അദൃശ്യമായ തരത്തിൽ കൊണ്ടു നടക്കാൻ കഴിയാവുന്ന ഈ മാരകമായ സിന്തറ്റിക് ലഹരി മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ടു നിൽക്കുന്ന ആസക്തി നൽകുന്ന ആ ലഹരിയുടെ ഉപയോഗം ഇന്ന് വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ മാതാപിതാക്കളും
നമ്മുടെ സമൂഹവും ദുഃഖത്തോടു കൂടി തലകുനിച്ച് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. DCP അശ്വതി ജിജി IPS അധ്യക്ഷത വഹിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS മുഖ്യപ്രഭാഷണം നടത്തി. ഫോർട്ട് കൊച്ചി SI അഞ്ജന R തൂഫാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 67ാം ഡിവിഷൻ കൗൺസിലർ ജോസഫ് സുമിത്, SBI റീജിയണൽ മാനേജർ രഞ്ജിനി R തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കേരള പോലീസിന്റെ ഡി അഡിക്ഷൻ കൗൺസിലർ ഷിബിൻ ഷാജി വർഗീസ് നയിച്ച ആന്റി നർക്കോട്ടിക് അവയർനെസ് ക്ലാസ്സിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. തോപ്പുംപടി ഇൻസ്പെക്ടർ ആനന്ദ് KP നന്ദി പറഞ്ഞു. സേ നോ ടു ഡ്രഗ്സ് യെസ് ടു ലൈഫ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ ക്യാമ്പയിനിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും വൻതോതിൽ പങ്കാളികളായത് ലഹരിക്കെതിരെ പോരാട്ടത്തിന് ഊർജം പകർന്നതായി സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.